നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് ടേംസ് എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള സീരീസുകളാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ കൺവെർജൻസ് ടെസ്റ്റുമാണ് കണ്ടത്. ഇനി പഠിക്കാൻ പോകുന്നത് ഓൾട്ടർനേറ്റിംഗ് സീരീസാണ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് മീൻസ് എന്താണ്? എ സീരീസ് ഇൻ വിച്ച് ദ ടേംസ് ആർ ഓൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇസ് ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ്. അതായത് ഓൾട്ടർനേറ്റീവായിട്ട് ഈ സീരീസിലെ ടേംസ് പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ടേം നെഗറ്റീവ്, അതേപോലെ തേർഡ് ടേം പോസിറ്റീവ്, അങ്ങനെ പോകും. ഇനിയിപ്പം ഫസ്റ്റ് ടേം നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ടേം പോസിറ്റീവ്, അങ്ങനെ ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ടേം നെഗറ്റീവ്. സോ ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങനെ പോകും. ഫസ്റ്റ് ടേം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണമെന്ന് നെഗറ്റീവ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഒന്ന് പോസിറ്റീവ് ആയാൽ അടുത്തത് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ ആ രീതിയിൽ പോകും ഓൾട്ടർനേറ്റ് ആയിട്ട്, പ്ലസും മൈനസും. ഓക്കെ, എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. 1 - 1/2 + 1/4 - 1/8 പ്ലസ് എക്സെട്ര. അതായത് ഒരു സീരീസിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും വരുന്നതിനാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ 2 -1 + 2 - 3 + 4 - എക്സെട്ര. ഇനി 1 - 1/2 + 1/3 - 1/4 പ്ലസ് എക്സെട്ര. ഈ പെർട്ടിക്കുലർ സീരീസിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് എന്ന് വിളിക്കുക. ഇനി നൊട്ടേഷൻ, ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസിന് എങ്ങനെ സീരീസ് സിഗ്മ ഉപയോഗിച്ച് നൊട്ടേഷൻ കൊടുക്കുന്നു. ആൻഡ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് മേ ബി റിട്ടൺ ആസ് സിഗ്മ n = 1 to ∞ -1 n+1 a1 വേർ ഈച്ച് an ഈസ് പോസിറ്റീവ്. ഓരോ എനും ഇതിൽ പോസിറ്റീവാണ്. നമ്മൾ ആ സൈൻ, ഓരോ എലമെൻറ്റേയും സൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ -1 n+1 എന്ന് കൊടുക്കുന്നത്. ഈ നൊട്ടേഷനാണ് നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസിനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്താണ്? പോസിറ്റീവാണ്. കാരണം ഇവിടെ നിങ്ങൾ n-ന് 1 കൊടുക്കുക. അപ്പോൾ -1² എന്നാണ് വരുന്നത്. സോ അത് 1 ആണ്. സോ ഫസ്റ്റ് ടേം ഇവിടെ പോസിറ്റീവായിട്ട് വരും, സെക്കൻഡ് ടേം നെഗറ്റീവ്, അങ്ങനെ വരും. ഇനി ഇഫ് ദ ഫസ്റ്റ് ടേം ഇൻ ദ സീരീസ് ഈസ് നെഗറ്റീവ്, ഇനി ഫസ്റ്റ് ടേം സീരീസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നൊട്ടേഷൻ കൊടുക്കുക സിഗ്മ n = 1 to ∞ -1 n എന്നാണ്. ഇപ്പം -1 അല്ലേ ഫസ്റ്റ് ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ് വരിക. സോ എന്താണ്? മൈനസാണ്, നെഗറ്റീവാണ്. ഓക്കെ, ഇനി ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ കൺവെർജൻസിന് ഒരേ ഒരു ടെസ്റ്റ് നമ്മൾ പഠിക്കുന്നുള്ളൂ. അതാണ് ലൈബ്നിറ്റ്സ് ടെസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഓഫ് എയ്തർ ഫോം സിഗ്മ n = 1 to ∞ -1 n+1 an ഓർ ഫോം സിഗ്മ n = 1 to ∞ -1 n an, ഏത് ഫോമിൽ വന്നാലും ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. കൺവെർജസ്, ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവെർജസ് ഇഫ് ദ ഫോളോയിങ് 2 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ഓൾട്ടർനേറ്റിംഗ് സീരീസും കൺവെർജ് ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? a1 > a2 > a2 > എക്സെട്ര > ak ak+1 എക്സെട്ര. അതായത് നിങ്ങളിവിടെ നോക്കി അറിയാം, ഫസ്റ്റ് ടേം ആണ് ഏറ്റവും വലുത്, അതിലും ചെറുതാണ് സെക്കൻഡ് ടേം, അതിലും ചെറുതാണ് തേർഡ് ടേം. സോ എന്താണ്? ടേംസ് ഡിക്രീസ് ചെയ്ത് പോവുകയാണ്. അതായത് തന്നിരിക്കുന്ന സീരീസ് നമ്മളിവിടെ സൈൻ നോക്കണ്ട. a1 a2 നിങ്ങൾ എടുക്കാൻ നേരത്ത് ഒരിക്കലും സൈൻ എടുക്കേണ്ട ആവശ്യമില്ല. സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന -1 n+1. a1 a2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് നോക്കുക. ഇതിൽ a1 എന്ന് പറഞ്ഞാൽ 1, a2 1/2, a3 1/4, അങ്ങനെയാണ് ഈ സീരീസിലെ ടേംസ് എടുക്കുന്നത്. സൈൻ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ നമുക്ക് ലൈബ്നിറ്റ്സ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. സോ ലൈബ്നിറ്റ്സ് ടെസ്റ്റ് വെച്ച് ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവെർട്ട് ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ സീരീസ് ഡിക്രീസിങ് ആയിരിക്കണം. ഇനി സെക്കൻഡ് കണ്ടീഷൻ ലിമിറ്റ് n → ∞ an = 0. an എന്ന് പറയുന്നത് nth ടേമാണ്. ലിമിറ്റ് n → ∞ an 0യുമാണ്. സോ സീരീസ് ഡിക്രീസിങ്ങും ആണ്, ലിമിറ്റ് n → ∞ an 0യുമാണ് nth ടേം. സോ അങ്ങനെ ആണെങ്കിൽ സീരീസ് കൺവെർജ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമിൻ ദ കൺവെർജൻസ് ഓഫ് ദി സീരീസ് 1/1p - 1/2p + 1/3p - 1/4p എക്സെട്ര. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം എന്താണ്? ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും ഉണ്ട്. സോ ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ജനറൽ ടേം an എഴുതിയ എന്ത് വരും? ഏത് ഫോമിലാണെന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, an എന്ന് എഴുതിയാൽ എന്ത് വരും? 1/n⁻p എന്ന് കിട്ടും. an+1 എഴുതിയാൽ എന്ത് കിട്ടും? 1/n+1p. ഈ ടേംസ് ഡിക്രീസിങ് ആണ് എന്നെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. സോ an-ഉം an+1 എഴുതിയിട്ട് an+1/an എടുക്കുക. സോ അതെന്ത് വരും? 1/n+1p / 1/n⁻p. സോ 1/n⁻pയുടെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, n⁻p/n+1p. ഇനി ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമുക്കിതിനെ എങ്ങനെ എഴുതാൻ സാധിക്കും? ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. എന്താണത്? 1/, ഈ n⁻pയും കൂടെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ എഴുതാം? 1/n+1p / n⁻p എന്ന് ഇതിനെ എഴുതാം. സോ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1/n+1/n n+1/n എന്ന് പറയുന്നത് എന്താ? 1 + 1/n p എന്നാവും. ഇതെന്ന് പറയുന്നത് <1 ആണ്. കാരണം എന്താ? 1/ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. p എന്ന് പറയുന്നത് ഈ പവർ >0 ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്? 1/ ദിസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1നെ ഈ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ അത് <1 ആണ്. സോ ഈ an വെച്ച് ഇപ്പോൾ നമുക്ക് എന്താ കിട്ടും? an+1/an <1. ഈ an വെച്ച് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? an+1 an. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം an-നേക്കാളും ചെറുതാണ് an+1. അതായത് a1 ആണ് ഏറ്റവും വലുത്. a1-നേക്കാളും n-ന് വാല്യൂസ് കൊടുത്താൽ എന്ത് കിട്ടും? a1 > a1 > a2,
A2 ഗ്രേറ്റർ ദാൻ A3 അങ്ങനെ കിട്ടും. സോ എന്താണ് ടേംസ് ഇതേപോലെ ഡിക്രീസിങ് ആയിട്ടാണ് പോകുന്നത്. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സെക്കൻഡ് കണ്ടീഷൻ എടുക്കുകയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n⁻p. അതെന്താണ് 1/∞ ആണ്. സോ ദാറ്റ് ഈസ് 0. സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. സോ ബൈ ലെബ്നിറ്റ്സ് ടെസ്റ്റ് ദ ഗിവൺ സീരീസ് കൺവേർജസ് എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ രണ്ടൊന്ന് പർട്ടിക്കുലർ കേസാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് നമുക്കിവിടെ തന്നിരിക്കുന്ന സീരീസ് ഇതേ എന്താണ് ഇവിടെ നമ്മൾ p=1, ഇവിടെ നമ്മൾ എക്സാമ്പിൾ 2ൽ p=1 കൊടുക്കുമ്പോഴാണ് ഈ സീരീസ് കിട്ടുക. നെക്സ്റ്റ് എക്സാമ്പിൾ p=1/2, അടുത്ത എക്സാമ്പിൾ p=5/2 കൊടുക്കുമ്പോഴാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഇതെല്ലാം കൺവേർജ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇവിടെ എക്സാമ്പിൾ 2 ചെയ്ത പോലെ അതേപോലെ തന്നെ നമുക്കിതും പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1/x - 1/x + a + 1/x + 2a - 1/x + 3a + etc. x and a are being positive quantities. സോ ഇതിൻ്റെ കൺവേർജൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ഗിവൺ സീരീസ് ഈസ് ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. പ്ലസും മൈനസും വരുന്നുണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ട്. ജനറൽ ടേം UN എഴുതിയാൽ എന്ത് കിട്ടും? 1/x + n - 1 × a എന്ന് കിട്ടും. ഓക്കെ, ഇനി a എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. എക്സും പോസിറ്റീവ് നമ്പറാണ്. അങ്ങനെ ആണെങ്കിൽ എക്സിനേക്കാൾ വലുതല്ലേ x + a. സോ നമുക്ക് എന്ത് പറയാം? ഈ ഡിനോമിനേറ്റേഴ്സ് ഞാൻ കമ്പയർ ചെയ്യുവാണ്. x is less than x + a, ദാറ്റ് ഈസ് ലെസ് ദാൻ x + 2a. x + a കൂടെ ഒരു എയും കൂടെ ആഡ് ചെയ്യുന്നതാണ് x + 2a. സോ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാം. നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടി. ഇനി അതിനെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഇനീക്വാളിറ്റി തിരിഞ്ഞു വരും. സോ ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെ റെസിപ്രോക്കൽസ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1/x is greater than 1/x + a, greater than 1/x + 2a, greater than 1/x + 3a, etc. സോ ഈ ടേംസ് ഈ സീരീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ് ഏറ്റവും വലുത്, ബാക്കിയെല്ലാം ചെറുതായി പോവാണ്. സോ എന്താണ് ഡിക്രീസിങ് സീരീസ് ആണ്. ഇനി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി UN നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/x + n - 1 to a. ഡിനോമിനേറ്ററിലാണ് n വരുന്നത്. n ടെൻസ് ടു ഇൻഫിനിറ്റി ഉണ്ട്. സോ 1/∞ ഫോമിൽ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ ബൈ ലെബ്നിറ്റ്സ് ടെസ്റ്റ് ദി സീരീസ് കൺവേർജസ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയാൽ അറിയാം എന്താണ് ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. -1/n എന്ന് ഇതിൻ്റെ കൂടെയുണ്ട്. സോ അത് എന്താണ് പ്ലസ് മൈനസ് ഓൾട്ടർനേറ്റ് ആയിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. സോ ഇനി നിങ്ങൾ n=2 മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിനെ ഞാൻ U1 എന്ന് കൊടുക്കുന്നില്ല, U2 എന്ന് തന്നെ കൊടുക്കുകയാണ്. U2 എന്ന് പറയുന്നത് ഇവിടെ 1/log2, U3 എന്ന് പറയുന്നത് 1/log3, U4 1/log4. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ഈ ഡിനോമിനേറ്റേഴ്സ് നോക്കുക. log2 എന്ന് പറയുന്നത് <log3 <log4 അങ്ങനെയാണ്. ഇവിടുത്തെ അതേപോലെ തന്നെയാണ് പോകുന്നത്. log2 <log3 <log4 അങ്ങനെ ഇത് ലോഗരിതം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാണ്. സോ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് നമുക്ക് എന്ത് കിട്ടും? 1/log2 greater than 1/log3. log2 ആണ് ഏറ്റവും ചെറുത്, അതുകൊണ്ട് 1/log2 ആയിരിക്കും കൊടുത്ത് ഏറ്റവും വലുത്. സോ 1/log2 greater than 1/log3 greater than 1/log4 എന്ന് കിട്ടും. സോ U2 greater than U3 greater than U4 ടേംസ് ഡിക്രീസ് ചെയ്ത് പോവാണ്. സോ ഡിക്രീസിങ് സീരീസ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ ഞാൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി UN എടുത്താൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് കിട്ടും? 1/log n കിട്ടും. സോ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി log n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ഇറ്റ് ഈസ് ഓഫ് ദി ഫോം 1/∞. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ബൈ ലെബ്നിറ്റ്സ് ടെസ്റ്റ് ദി സീരീസ് കൺവേർജസ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ അറിയാം എന്താണ് 2/1² + 3/3² + 4/5² + 5/7² + etc. ദ ഗിവൺ സീരീസ് ഈസ് ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ക്വസ്റ്റ്യനിൽ പ്ലസും മൈനസും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആക്ച്വലി വരുന്നത്. അതിവിടെ കാണിക്കാൻ മറന്നുപോയതാണ്. ഓക്കെ, സോ ഇത് പ്ലസും മൈനസും ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ഒരു സീരീസാണ്. നിങ്ങളതിവിടെ നോട്ട് എഴുതുമ്പോൾ തിരുത്തിയാൽ മതി. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ടേം നോക്കിയാൽ എന്താണ് U1 2/1², അടുത്ത് U2 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? U2 എടുത്തു കഴിഞ്ഞാൽ 3/3², U3 എടുത്തു കഴിഞ്ഞാൽ 4/5². നിങ്ങൾ ജസ്റ്റ് വാല്യൂസ് കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും U1 is greater than, U2 is greater than, U3 is greater than, etc. ഇനി ജനറലായിട്ട് UN എഴുതിയാൽ അത് എന്താണ് കിട്ടുന്നത്? ഫസ്റ്റ് ടേം 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ന്യൂമറേറ്റർ n+1 വരും. ഡിനോമിനേറ്റർ എന്താണ് ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ്. 1², 3², 5², 7². സോ 2n - 1 ആണ് ഓഡ് നമ്പർ വരുന്നത്. സോ 2n - 1 ദ സ്ക്വയർ എന്ന് കിട്ടും. സോ നമുക്കറിയാം ഇത് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന UN ആണ്. UN is greater than, UN+1 എഴുതിയാൽ എന്ത് കിട്ടും? n+2/2n+1 the whole square. സോ ഇത് ഗ്രേറ്റർ ദാൻ ഇതായി നമ്മളിവിടെ ടേംസ് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും ആക്ച്വലി മതി. ഇവർ ജനറൽ nth ടേമിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന് കിട്ടും. U1 greater than, U2 greater than, U3 greater than, etc. ഇനി നെക്സ്റ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി UN എടുക്കുന്നു. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n+1/2n - 1 the whole square. ന്യൂമറേറ്ററിൽ നിന്ന് n എടുക്കുന്നു. സോ n × 1+1/n ആവും. ഡിനോമിനേറ്ററിൽ നിന്ന് ഇവിടെ n² എടുക്കുന്നു. സോ n² × 2 - 1/n സ്ക്വയർ. സോ n and 1/n, n and ഡിനോമിനേറ്ററിൽ ഒരു n-ആയിട്ട് ക്യാൻസൽ ആവും. സോ ലിമിറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 1/n/2 - 1/n the whole square. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n അങ്ങോട്ട് പോകും. 1/∞ 0. സോ 0യിലേക്ക് പോകും. ഇവിടെ 1/2² എന്ന് കിട്ടും. സോ 0 വരുന്ന കാരണം 0 കിട്ടും.
സോ ബൈ ലെബനിസ് ടെസ്റ്റ് എന്താണ് സീരീസ് കൺവേർട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് സീരീസ് അതേപോലെ തന്നെ നോക്കിയാൽ ഇങ്ങനെയാണ് x/1 + x - x²/1 + x²+x³ ഇവിടെ ജനറൽ UN എഴുതിയ x⁻n/1 + x⁻n എന്ന് വരും. UN+1 എഴുതിയ എന്ത് കിട്ടും x⁻n+1/1 + x⁻n+1 എന്ന് കിട്ടും. ഇനി ഇത് ഡിക്രീസിങ് ആണെന്ന് കാണിക്കാനുള്ളൊരു ടെക്നിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. UN - UN+1 ചെയ്യുന്നു. സോ UN ഇവിടുന്ന് x⁻n കോമൺ എടുക്കുന്നു. x⁻n കോമൺ എടുത്താൽ 1/1 + x⁻n - x/1 + x⁻n+1 എന്ന് കിട്ടും. സോ ഇനി ഇതിനെ എനിക്ക് അങ്ങനെ എഴുതാം x⁻n ഇൻറ്റു ഞാൻ എങ്ങനെ എഴുതുന്നു x⁻n ഇൻറ്റു 1 - x സോ എന്താണ് ഇത് ഒരുമിച്ച് എഴുതുന്നേ ഉള്ളൂ x⁻n ഇൻറ്റു 1 - x/1 + x⁻n ഇൻറ്റു 1 + x⁻n+1 എന്ന് എഴുതുന്നു. ഇനി നമ്മൾ നോക്കിയാൽ അറിയാം, നമുക്കറിയാം ഇപ്പോൾ ന്യൂമറേറ്റർ എന്താ വന്നിരിക്കുന്നത് x⁻n ഇൻറ്റു 1 - x എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇത് പോസിറ്റീവാണ്, കാരണം നമുക്ക് തന്നിട്ടുണ്ട് എക്സ് 0നും 1നും ഇടയ്ക്കാണ്. സോ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. ഇനി 1 - x എടുത്താൽ x <1 ആണ്. സോ 1 - x > 0 ആണ് വരുന്നത്. സോ അതും പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വാണ്ടിറ്റി എന്താണ് ഡിനോമിനേറ്ററിലും പോസിറ്റീവാണ്. എക്സ് അല്ലേ വരുന്നുള്ളൂ, എക്സ് എല്ലാം പോസിറ്റീവാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് <0 ആണ് വരുന്നത്. സോ UN - UN+1 എന്ന് പറയുന്നത് നമുക്ക് <0 എന്ന് കിട്ടി. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം UN < UN+1 എന്ന് എഴുതാം. സോ ഇങ്ങനെ കിട്ടി. സോ ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് ടേംസ് ഡിക്രീസിങ് ആണെന്ന് കിട്ടും. ഇനി നമുക്ക് ലിമിറ്റ് n → ∞ UN നോക്കുക. ലിമിറ്റ് n → ∞ x⁻n/1 + x⁻n എടുക്കുന്നു. ഇനി എക്സിൻ്റെ വാല്യൂ 0നും 1നും ഇടയ്ക്കാണ്. സോ അതുകൊണ്ട് തന്നെ എക്സിൻ്റെ പവർ എടുക്കുന്നു. x⁻n കൺസിഡർ ചെയ്യുക. അതെങ്ങോട്ടായിരിക്കും പോകുന്നത് n → ∞ x⁻n 0യിലേക്ക് പോകും. കാരണം എക്സിൻ്റെ വാല്യൂ 0നും 1നും ഇടയ്ക്കാണ്. സോ പവേഴ്സ് എടുക്കും. ഇപ്പോൾ 1/2 എടുത്തു കഴിഞ്ഞാൽ 1/2ൻ്റെ പവേഴ്സ് എടുക്കുമ്പോൾ അത് ഡിക്രീസ് ചെയ്ത് പോകില്ലേ. സോ അതേപോലെ x 0നും 1നും ഇടയ്ക്കായതുകൊണ്ട് x⁻n കൺവേർജസ് ടു 0 എന്ന് കിട്ടും. സോ ന്യൂമറേറ്റർ 0യിലേക്ക് പോകുന്ന കാരണം ഈ ക്വാണ്ടിറ്റി ലിമിറ്റ് 0 എന്ന് കിട്ടും. സോ ലെബനിസ് ടെസ്റ്റ് വെച്ച് സീരീസ് കൺവേർട്ട് ചെയ്യുമെന്ന് കിട്ടും.